ഇന്ന് ആരായിരിക്കും പുറത്തു പോകുന്നത്? അതെ, ഇന്ന് ഡബിൾ എവിക്ഷൻ ഉണ്ടാകുമോ? ഇന്ന് തന്നെ, ഇന്നും നാളെയുമായിട്ട് വൈൽഡ് കാർഡുകൾ അകത്തേക്ക് കയറി കളി മാറ്റുമോ? നമ്മളൊക്കെ പറഞ്ഞ ആൾക്കാർ, പോളിനകത്ത് പ്രേക്ഷകർ ഒരുപാട് പേര് പറഞ്ഞ ആൾ തന്നെ ആയിരിക്കും ഇന്ന് ഔട്ടാക്കാൻ പോകുന്നത്. ലാലേട്ടന്റെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് അല്ലേ? അതിൽ എന്തൊക്കെയാ പറയുന്നത്? പവർ ടീം ഫെയിലിയർ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എല്ലാം ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ അതിൽ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡബിൾ എവിക്ഷൻ കാണാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഗെയിം ഇങ്ങനെ താഴോട്ട് വരെയാണ്. നമ്മുടെ മെയിൻ കണ്ടന്റ് ഒക്കെ കഴിഞ്ഞു. ജാസ്മിനും ഗബ്രിയൊക്കെ ആയിരുന്നല്ലോ കണ്ടന്റ് ഒക്കെ രണ്ട് ഭാഗത്തായി, എല്ലാം കഴിയാറായി. ഏകദേശം അടുത്ത ഗെയിമിനുള്ള സമയമായിട്ട് വരെയാണ്. അപ്പോഴായിരിക്കും എവിക്ഷൻ നടക്കാൻ പോകുന്നത്. ഇന്ന് എവിക്ഷൻ നടക്കാനുള്ള ചാൻസുകൾ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ചാൻസുകൾ പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയിൽ. അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത് നിഷാനയ്ക്കാണ്. 99% നമുക്ക് ഉറപ്പിച്ച് പറയാൻ നിഷാന എവിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാര്യം സുരേഷിന് തന്നെ നമുക്ക് പോളിൽ 15% ഉണ്ട്. 6% മാത്രമേ ഉള്ളൂ നമുക്ക് നിഷാനയ്ക്ക് സപ്പോർട്ട്. അതിനെക്കാട്ടിയും കൂടുതൽ 15% സുരേഷിനാണ് സപ്പോർട്ട് കൂടുതൽ. കണ്ടോ, സുരേഷിന് സപ്പോർട്ടുണ്ട്. നിഷാനയ്ക്ക് 6. കാര്യം നിഷാന പറഞ്ഞ ഡയലോഗുകളൊക്കെ, എനിക്കിനി കളിക്കണ്ട, എനിക്ക് ഇവിടെ താല്പര്യമില്ല, എനിക്ക് ഇതിന് പറ്റുന്ന ഒരാളല്ല, ഞാൻ ഫുട്ബോൾ ഇങ്ങനെ ക്രിക്കറ്റ് കളി കളിക്കാൻ വേണ്ടി വന്നതാണ്, ബോൾ കളി എന്നാണ് വിചാരിച്ചത്. അതൊക്കെ ഒരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് കുറേ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരൻ നടത്തിയിട്ടുണ്ട്. സോ നിഷാന ആയിരിക്കാം 99% നമുക്ക് ഔട്ടായി എന്ന് പറയാൻ പറ്റുന്നത്. നോക്കാം, നമുക്ക് ആയിരിക്കാം. ചാൻസുകൾ ഏറ്റവും കൂടുതൽ നിഷാനയ്ക്കാണ്. കാര്യം പോളിൽ പോലും സുരേഷിന് വോട്ടുണ്ട്. അതെ, ഇപ്പൊ നിഷാനയ്ക്ക് അടുത്ത പവർ ടീമിക്ക് വേണ്ടി കയറാനിരിക്കുക. ആ കുട്ടി ഈ ആഴ്ച നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് വെച്ച് നോക്കുമ്പോൾ സുരേഷ് ഒന്നുമല്ല, പക്ഷെ പോളിൽ സുരേഷിന് പോളും കാണുന്നുണ്ട് അല്ലേ? നിഷാനയ്ക്ക് 6%, നമ്മുടെ സുരേഷിന് 15% കാണുന്നത്. അതിനകത്ത് ഇപ്പോൾ ഞാനകത്ത് എത്ര പേര് പോൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാമേ. ഏകദേശം ഒരുപാട് പേര് അതിനകത്ത് പോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ 2-3 ദിവസം മുന്നേ ഇട്ട പോളാണ്. 76,000 പേരാണത് പോൾ ചെയ്തേക്കുന്നത്. 76,000 പേര് പോളിൽ കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാരെടുത്ത് ഞാൻ ഇട്ടു. നോറ, നിഷാന, റസ്മിൻ, സുരേഷ്. അതിൽ നോറയ്ക്ക് 54%, നിഷാനയ്ക്ക് 6%, റസ്മിൻ ഭായിക്ക് 25%, സുരേഷിന് 15% ഉണ്ട്. അപ്പം നിഷാന തന്നെ ആകാനാണ് 99% ചാൻസ്. അത് ഇന്നാകാനും ചാൻസ് ഉണ്ട്. ഇന്ന് എവിക്ഷൻ നടക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. ഇനി അടുത്തത് ഈ വൈൽഡ് കാർഡിൻ്റെ കാര്യം ഒന്നും ഒരു പിടിയില്ല. വൈൽഡ് കാർഡുകൾ കുറേ പേരുകളുണ്ട് മനസ്സിൽ. അതൊക്കെ എടുത്ത് പറയാൻ ഇപ്പം പറ്റത്തില്ല. നോക്കട്ടെ, കിട്ടിയാൽ നമുക്ക് പറയാം. കുറേ പേരുകൾ ഇങ്ങനെ ഉണ്ട് വൈൽഡ് കാർഡിന് വേണ്ടിയിട്ട്. നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉള്ളവരും ഉണ്ടാകാം, അല്ലാത്തവരും ഉണ്ടാകാം. പുതിയ പേര് ഞാൻ അന്ന് പറഞ്ഞൊരു പേരുണ്ടല്ലോ, അത് ഞാൻ ഇപ്പോഴും വെച്ചേക്കുകയാണ്. ഞാൻ അന്ന് പറഞ്ഞൊരു പേര്, എനിക്കൊരു പേരുണ്ട്, നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അതുണ്ടെങ്കിൽ ഞാൻ പറയും ആ പേരാണെന്ന്. ഇനി അതും വല്ലതും ആണോ എന്നും എനിക്കറിയത്തില്ല. നോക്കാം നമുക്ക്. അതുപോലെ ഡബിൾ എവിക്ഷൻ ആകാനും ചാൻസുകൾ കാണുന്നുണ്ട്. ചിലപ്പോൾ നിഷാനേനെ ഇന്നും, ചിലപ്പോൾ നാളെ സുരേഷിനാകാനും ചാൻസ് ഉണ്ട്. കാര്യം അത് കഴിഞ്ഞ് പിന്നെ സുരേഷിനല്ലേ വോട്ട് കുറവ്. സുരേഷ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നുമില്ല. ഗെയിമിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഗെയിമിൽ സുരേഷ് ഏറ്റവും കൂടുതൽ മാറ്റിയത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരുന്നാലും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു അപ്ഡേറ്റ് പോലെ ചാൻസുകൾ, പ്രോബബിലിറ്റി പറയുന്നത്. ഇനി അടുത്തത് ഇപ്പം അവിടെ ഷൂട്ട് നടക്കുകയാണ്. സാറ്റർഡേ സൺഡേ എപ്പിസോഡിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ്റെ പ്രൊമോ വന്നേക്കുകയാണ്. പവർ ഫെയിലിയർ എന്നാണ് പറയുന്നത്. നമുക്ക് ലേറ്റസ്റ്റ് പ്രൊമോ നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്ന് ലാലേട്ടൻ എന്തൊക്കെ പറയുന്നുള്ള പ്രൊമോ നമ്മളിവിടെ കാത്തിരിക്കുക. അതാണ് നമുക്ക് കാണേണ്ടത്. ഇതിനകത്ത് പക്ഷേ പവർ ടീം ഫെയിലിയർ ആണ്, പരാജയപ്പെട്ട് കഴിഞ്ഞു, കംപ്ലീറ്റ് ഫെയിലിയർ ആണ്. ഇടയിൽ ഭിന്നത വരെ ഉണ്ടായിട്ടുണ്ട്. പുതിയ പവർ ടീം കയറുന്നു, എങ്ങനെയായിരിക്കും അവർ കളിക്കാൻ പോകുന്നത്, ഇതാണ് പ്രൊമോ വന്നേക്കുന്നത്. അപ്പോൾ പവർ ടീമിൻ്റെ ക്ലാസ് എടുക്കുകയായിരിക്കും ഇന്ന് മെയിൻ നടക്കുന്നത്. ജാസ്മിനെയും ഗബ്രീൻ്റെ പേരെങ്കിലും ലാലേട്ടൻ പറഞ്ഞാൽ മതിയായിരുന്നു. ദൈവമേ, അവർ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അല്ലെങ്കിൽ രണ്ട് ഭാഗത്തായി കേട്ടോ. ഗെയിം കളിക്കുന്നുണ്ട്, രണ്ട് ഭാഗത്താണ്, അത്രേ ഉള്ളൂ. ഇന്ന് വീട്ടിൽ വലിയ കാര്യങ്ങളായിട്ട് നടന്നില്ല. പക്ഷെ അപ്സരയും ഋഷിയും തമ്മിൽ ഇപ്പോഴും മിണ്ടാട്ടമില്ല. ഋഷി മിണ്ടുന്നില്ല. കാര്യം ഋഷി പറഞ്ഞത്, ഞാൻ ഇവിടെ പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഇവിടെ നടന്ന കാര്യം എന്തിനാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച്, അത് എല്ലാവരും കണ്ടതല്ലേ ഋഷി, എല്ലാവരും കണ്ടതല്ലേ. ബഹളം വെച്ചതും പിന്നെ മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ചത്, അത് മ്യൂട്ടായിരുന്നു കുറേയൊക്കെ. അപ്പോൾ അത് എല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ അപ്സര അത് പറഞ്ഞു. അപ്പോൾ അപ്സരയ്ക്ക് ഇനി പറയാൻ പറ്റത്തില്ല ഋഷീനെ. അതാണ് ഇപ്പം ഋഷിയുടെ കൂടെ ഉള്ളവർക്ക് ഋഷീനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു നോമിനേഷനോ ജയിൽ നോമിനേഷനോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറി. അയ്യോ, അങ്ങനെ ആവരുത്. ലാലേട്ടൻ അതിന് ക്ലാസ് കൊടുക്കണം ഋഷിക്ക്. ഭയങ്കര ഇമോഷണലും ഭയങ്കര സങ്കടമാണ് ആ പയ്യന്. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ മുഖമൊക്കെ അങ്ങ് വാടിപ്പോവും. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലെയറിനെ കാണുന്നത്. വാടിപ്പോവും. അപ്പോൾ അതിൻ്റെ നടക്കാൻ അപ്പോൾ അപ്സര റോക്കി സംസാരിക്കാൻ വേണ്ടി പോയി. ഇതിൻ്റെ ഇടയിൽ കൂടെ ജിൻഡോ, എൻ്റെ ദൈവമേ, അവിടെ ഇവിടെ ഇവിടെ അവിടെ അവിടെ ഇവിടെ ഇവിടെ അവിടെ ഒരുപാട് ഗെയിമുകൾ. ഇന്ന് അപ്സര നമ്മുടെ അൻസിബയോട് പറഞ്ഞ് തുടയ്ക്കങ്ങോട്ട് എന്ന് പറഞ്ഞപ്പോൾ അൻസിബയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അവരാരാണ് എന്നെ തുടയ്ക്കാൻ പറയാം. അങ്ങനെ അൻസിബ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ന് കളിക്കുകയാണ്. ഋഷിയുടെയും അപ്സരയുടെയും ഭിന്നിച്ചിങ്ങ് വിടുകയാണ്.
അൻസിബ പറയിൽ നിന്ന് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, ഇനി കാണാം അൻസിബയുടെ. അപ്പോൾ ജിൻഡോ വന്നിട്ട് അങ്ങനെ പറയരുത്. പുറത്ത് ഓഡിയൻസിൽ ചിലപ്പം അൻസിബയുടെ ഭാഗത്ത് തെറ്റായിട്ട് തോന്നും. അപ്സര ക്യാപ്റ്റൻ അല്ലേ, അൻസിബ ഇത് ക്ലീൻ ചെയ്യേണ്ടതല്ലേ. എൻ്റെ ജിൻഡോ, ഈ ജിൻഡോനെ അല്ലല്ലോ നമ്മൾ ആദ്യത്തെ ആഴ്ച കണ്ടത്. ജിൻഡോ ഇപ്പൊ പവർഫുൾ ഗെയിമറായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ ഇത് കാരണം ജിൻഡോനെ നിഷ്കളങ്കത ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിശയപ്പെടും. ഇത് ഇത്രയും നിഷ്കളങ്കനൊന്നും അല്ലായിരുന്നു അല്ലേ, ഗെയിമർ ആയിരുന്നല്ലേ. ഇപ്പൊ മറ്റേ പലരെയും പോലെ ജിൻഡോ അതിലേക്ക് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. അതൊക്കെ ഇനി കണ്ടറിയാം. അപ്പോൾ ഇത്രയാണ് ലേറ്റസ്റ്റ് കാര്യങ്ങൾ, ഇത്രയാണ് ലേറ്റസ്റ്റ് സംഭവങ്ങൾ. നിഷാനെ ആകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഔട്ട് ആവാനുള്ള. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.